എല്ലാവർക്കും ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് പൂന്താനത്തിൻ്റെ ശ്ലോകങ്ങളാണ് നോക്കുന്നത്. കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു ഈ പ്രാവശ്യം ഒരു കഥ പറയാനുണ്ട് എന്ന്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയത് അഘാസുരനെ ഭഗവാൻ വധിച്ച കഥയാണ്. കുട്ടികളെ മോചിപ്പിച്ചു, ജീവൻ കൊടുത്തു എന്നൊക്കെ. അപ്പോൾ ഈ കുട്ടികൾ ആ കഥ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീടുകളിൽ പോയി അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരമാണ് ഈ തവണത്തെ ശ്ലോകങ്ങൾ. അത് പൂന്താനം 3 ശ്ലോകങ്ങളിലായിട്ടാണ് ആ കഥ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ ത്രൈലോക്യമായക്കാരനായ ഭഗവാനെ ഈ ബ്രഹ്മാവിൻ്റെ ഒരു മായ കൊണ്ട് കളിപ്പിക്കാൻ നോക്കിയ ഒരു കഥയാണ് അത്. എന്നുവെച്ചാൽ വത്സസ്തേയം. അത് ഭാഗവതത്തിലൊക്കെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 3 ശ്ലോകങ്ങളിലിവിടെ പൂന്താനം വർണ്ണിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം ഈ 3 ശ്ലോകങ്ങളും ഒന്നിച്ചു ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കഥ ഒന്നിച്ചങ്ങോട്ട് പറയാം. അതാവും നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ 52-ാമത്തെ ശ്ലോകം, 52, 53, 54 ഈ 3 ശ്ലോകങ്ങളിലാണ് ഈ കഥ പറഞ്ഞിട്ടുള്ളത് പൂന്താനം. അപ്പോൾ അത് നോക്കാം. തൃക്കൈയിൽ കബളാന്നവും വിരൽകളിൽ സാരോപദംശങ്ങളും പോത്തും കൊമ്പുമുദാരവേത്രവും ഇടം കക്ഷേ വഹൻ കൗതുകാൽ വസ്ത്രാന്തേ മടിയിൽ ധരിച്ചു മുരളീം ഗോപാലരും താനുമായി സ്വർഗത്തുള്ളവർ നോക്കി നിൽക്കെ യജനാധ്യക്ഷൻ ഭുജിച്ചിടിനാൻ. ഇനി 53-ാമത്തെ ശ്ലോകം. ഉണ്ണിക്കരങ്ങളിലുരുട്ടിയ ചോറുമായിട്ടുണ്ണിക്കിടാങ്ങളൊരുപോലെ ചമഞ്ഞ സംഖ്യം ഒന്നിച്ചിരുന്നുരുളയുൺമതു കണ്ടുമുണ്ടും വെണ്ണക്കിരന്നവനതിനടുവേ നിരന്നു. 54-ാമത്തെ ശ്ലോകം. വത്സസ്തോമം മുകുന്ദൻ വനഭുവി പശുപന്മാരുമായി മേച്ച കാലം വത്സസ്തേയം വിധാതാ വിവശതയിൽ വൃഥാ ചെയ്തു നിർവിണ്ണനായാൻ. വത്സസ്തോഭത്തെ നോക്കുമ്പൊഴുതു മകുടവും ഹാരപീതാംബര ശ്രീവത്സത്തോടെ വിളങ്ങി ഭുവനമഖിലവും കണ്ടു വിഷ്ണുസ്വരൂപം. ബ്രഹ്മാവ് ഭഗവാന്റെ ഈ വൃന്ദാവനത്തിലെ ഭഗവാന്റെ ഈ കളികൾ കണ്ടിട്ട് ബ്രഹ്മാവിന് ഒരു കൗശലം, ഒരു വേണ്ടാത്തൊരു തോന്നൽ വന്നു. അതാണ് ഇതിൽ ഈ 3 ശ്ലോകങ്ങളിലും കൂടി ഒന്നിച്ച് പറയണത്. പുഴവക്കത്ത് പച്ചപ്പുല്ലും പടർന്നു പിടിച്ച് അങ്ങനെ വിശാലമായ പുൽത്തകിടിയാണല്ലോ. കുട്ടികളെല്ലാം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് പോയാൽ കളിക്കാൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനും ബലരാമനും എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് കുട്ടികളോട്, നാളെ ചോറ് കൊണ്ടുപോകണം നമുക്ക്. ബലരാമനില്ല, കൃഷ്ണനാണ് ഉള്ളത്. കൃഷ്ണൻ മാത്രമേ പോയിട്ടുള്ളൂ. രാമൻ ഏട്ടനെ കൂടെയാണ് കൃഷ്ണനന്ന് പോയത്. അത് നമ്മളൊരു പാട്ടിൽ കേട്ടിട്ടില്ലേ? നമ്മുടെ കുട്ടികളെ ഉറക്കണ പാട്ടുണ്ട്, ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ, അല്ലേ? ആ പാട്ട് എന്താ കാരണം? അന്ന് ബ്രഹ്മാവ് വരും, ഏട്ടൻ അറിയണ്ട തൽക്കാലം എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടനെ കൂടാതെ പോയത്. അപ്പോൾ ചോറ് വേണം, ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഉണ്ണാൻ വരുന്നില്ല, ഞങ്ങൾക്ക് ചോറും കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോറൊക്കെ ആയിട്ടാണ് അന്ന് പശുക്കുട്ടികളെ മേയ്ക്കാൻ പോയിട്ടുള്ളത് എല്ലാവരും. അപ്പോൾ ഈ പുഴവക്കത്ത് ഇങ്ങനെ വിശാലമായിട്ടുള്ള പച്ചപ്പുല്ല് പടർന്നങ്ങനെ കിടക്കുന്ന പുൽത്തകിടിയാണ്. പശുക്കൾ അങ്ങനെ മേഞ്ഞ് നടക്കും. പശുക്കളല്ല, പശുക്കുട്ടികളെ മേയ്ക്കുന്ന സമയമാണ്. അപ്പോൾ കുട്ടികളെല്ലാം ഉച്ചയായപ്പോൾ വട്ടത്തിൽ അങ്ങനെ ഇരുന്ന് നടുക്ക് ഭഗവാനും ഇരുന്നു.
അപ്പോൾ എല്ലാവർക്കും ഭഗവാനെ നോക്കിയാൽ എല്ലാവർക്കും കാണാം. ആ ആ ഒരു രീതിക്ക് ഭഗവാനും അവരുടെ കൂടെ ഇരുന്ന്, എന്നുവെച്ചാൽ താമരപ്പൂവിൻ്റെ കർണിക പോലെ എന്നാണ് പറയുക. താമരപ്പൂവിൻ്റെ നടുക്ക് കർണിക പോലെ എന്നാണ്. അതെങ്ങനെയൊക്കെയാണ്? ഓടക്കുഴൽ അരക്കെട്ടിൽ ആ പീതാംബരം ഉടുത്ത് അതിൻ്റെ മുകളിലൊരു കെട്ട് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലാണ് ഈ ഓടക്കുഴൽ തിരുക. പിന്നെ കൊമ്പ്, വടി ഇതൊക്കെ ഇടത്തെ കക്ഷത്ത്. അമൃതസദൃശമായ കബളാന്നം, അമൃതസദൃശമായ ചോറുരുള ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് ഈ വിരലുകളുടെ ഇടയിൽ കൂടിയൊക്കെ ഉപ്പേരി, കൊണ്ടാട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിരലുകളുടെ ഇടയിലൊക്കെ തിരികെ വെച്ച്, പിന്നെ അങ്ങനെയൊക്കെ അവർ പരസ്പരം ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ ഓരോരുത്തരും അവനവൻ്റെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന കറികളും എല്ലാം നമ്മൾ സ്കൂളിലൊക്കെ വട്ടത്തിൽ നിലത്ത് ഞങ്ങളൊക്കെ പതിവുണ്ട്, വട്ടത്തിൽ നിലത്തിരുന്ന് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നൂണ് കഴിക്കും. അപ്പോൾ വേറൊരാൾ കൊണ്ടുവന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക ഭക്ഷണം ഉച്ചയ്ക്ക്. നല്ല രസമാണത്. അതുപോലെയാണ് ഇവരിവിടെ ഊണ് കഴിക്കണത്. എന്ത് രസമായിട്ടാണ് ഇവർ അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ പരസ്പരം കൈമാറി അതിൻ്റെ രുചിയെപ്പറ്റി അങ്ങനെ പറഞ്ഞ് ചിരിച്ച് മറ്റുള്ളവരെ ചിരിപ്പിച്ചും അങ്ങനെ സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുക. അത് പറയണത് പരിശുദ്ധമായിട്ടുള്ള യാഗശാലയിൽ പോലും ഭഗവാന് മടിയാണ് ചെല്ലാൻ. അങ്ങനെയുള്ള ആ പൂർണ്ണ ബ്രഹ്മാണ് ഇടയബാലന്മാരുടെ നടുക്കിരുന്ന് ഇങ്ങനെ ഈ പുൽത്തകിടിയിലും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ആകാശത്ത് ദേവന്മാർ വിസ്മയിച്ചു പോയി എന്നാണ് പറയണത്. ബ്രഹ്മാവിനിത് കണ്ടിട്ട് ഒന്ന് പരീക്ഷിച്ച് കളയാം, ഭഗവാനെ ഒന്ന് പരീക്ഷിച്ച് കളയാം എന്നൊരു മോഹം. മായയുടെ അങ്ങേയറ്റത്തെ ആളെ മായ കൊണ്ടൊന്ന് കളിപ്പിക്കാം എന്ന് ബ്രഹ്മാവിനൊരു മോഹം. അപ്പോൾ ഇവർ ഊണ് കഴിക്കുന്ന സമയത്ത് അപ്പുറത്ത് കുറച്ച് ദൂരെ പശുക്കുട്ടികൾ തിന്നുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ അങ്ങോട്ട് മറച്ചു ബ്രഹ്മാവ്. പശുക്കുട്ടികളെയും പശുക്കളെയും എല്ലാം ഒന്നും കാണാനില്ല. അപ്പോൾ ഭഗവാൻ ഈ മറ്റേ കുട്ടികളോട് പറഞ്ഞു, നമ്മുടെ പശുക്കുട്ടികളെ ഒന്നും കാണുന്നില്ലല്ലോ, പശുക്കുട്ടികളെ ഒന്നും കാണാനില്ല, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം, നിങ്ങളിവിടെ ഇരുന്നോളൂ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പോയി. ഭഗവാൻ പശുക്കുട്ടികളെ അന്വേഷിച്ച് പോയി. ആ സമയത്ത് ആ ഭഗവാൻ മറ്റേ കുട്ടികളുടെ അടുത്തുനിന്ന് അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളെയും ബ്രഹ്മാവ് മറച്ചു. ഗോപക്കുട്ടികളെയും ബ്രഹ്മാവ് മറിച്ച് ബ്രഹ്മലോകത്തേക്ക് പോയി. എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്. ഇപ്പോൾ തൻ്റെ കൂടെ എത്ര പശുക്കുട്ടികളുണ്ട്, ഗോപന്മാരുണ്ടായിരുന്നോ അത്രയും സ്വരൂപം എടുത്തു ഭഗവാൻ. ഇത് മനസ്സിലായപ്പോൾ തിരിച്ചു വന്നപ്പം ഗോപക്കുട്ടികളെയും കാണാനില്ല, പശുക്കളെ കാണാനില്ല, ആരെയും കാണാനില്ല. അപ്പം ഭഗവാൻ എന്തായി, അവരെ ആയിട്ടങ്ങോട്ട് മാറി. അവിടെ എന്തെല്ലാം സാധനങ്ങളുണ്ടായിരുന്നുവോ അത്രയും സാധനങ്ങളായിട്ട് ഭഗവാൻ അങ്ങോട്ട് മാറി. ആ ഗോപക്കുട്ടികളുടെ രൂപത്തിലും പശുക്കളുടെ രൂപത്തിലും ഒക്കെ അങ്ങോട്ട് സ്വരൂപം എടുത്തു ഭഗവാൻ. കാണുന്നതെല്ലാം ഭഗവാനാണ് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഈ ഉറി, പാത്രം, വടി, കൊമ്പ്, കുഴൽ ഇതിൻ്റെയൊക്കെ സ്വരൂപം എടുത്ത് ഭഗവാൻ. അപ്പോൾ സർവം കൃഷ്ണമയം എന്നുള്ള ആ നിലയ്ക്ക് അങ്ങോട്ട് ശോഭിച്ചു ഭഗവാൻ. അപ്പോൾ ഭഗവാൻ ഈ ഭഗവാനോട് കൂടെ തന്നെ രമിച്ചു എന്നാണ് പറയണത്. മറ്റുള്ളവരൊക്കെ പോയില്ലേ. അപ്പോൾ ഭഗവാൻ അവനോനോട് കൂടി തന്നെ കളിച്ചു. വൈകുന്നേരം ആകുമ്പം വ്രജത്തിലെത്തും, പിറ്റേ ദിവസം വീണ്ടും വരും. അങ്ങനെ നടന്നു. ഇങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞു. ഒരു കൊല്ലം ഭഗവാന്റെ കൂടെ തന്നെ കളിച്ചു എന്നാണ് പറയുന്നത്. ഒരു കൊല്ലം തികയണ അന്നാണ്
ബലരാമനിത് മനസ്സിലാക്കിയത്. അപ്പോൾ ബലരാമൻ അത്ര കാലം അത് അറിഞ്ഞിരുന്നില്ല. ഒരു കൊല്ലം തികയണമെന്ന് ബലരാമന് മനസ്സിലായി, ഇതൊരു കളിയാണല്ലോ എന്ന്. ഭഗവാന്റെ പശുക്കളെല്ലാം മറിച്ച് ബ്രഹ്മദേവൻ ബ്രഹ്മലോകത്തെത്തി. ബ്രഹ്മലോകത്ത് ഭഗവാൻ എത്തി നോക്കുമ്പോൾ അവിടെ വേറൊരു ബ്രഹ്മാവ്. അവനോ എന്നെ പോലെ ആരാ ഇവിടെ കയറിയിരിക്കണമെന്ന് തോന്നി ബ്രഹ്മദേവന്. അപ്പോൾ ബ്രഹ്മദേവൻ, സാക്ഷാൽ ബ്രഹ്മദേവൻ ബ്രഹ്മലോകത്തെത്തിയപ്പോൾ അവിടെ വേറൊരു ബ്രഹ്മാവ് ആ സ്ഥാനത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്, സിംഹാസനത്തിൽ. അപ്പോൾ ബ്രഹ്മദേവൻ ഇത് കണ്ടിട്ട് ആകെ സ്റ്റക്കായി പോയി എന്ന് പറയാം. അങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ കാവൽക്കാർ ചോദിച്ചു, സാക്ഷാൽ ബ്രഹ്മാവിനോട് കാവൽക്കാർ ചോദിച്ചു, ബ്രഹ്മാവിൻ്റെ കപടവേഷം കെട്ടി വന്ന് ആരാ, നിങ്ങളാരാ? ഉടനെ ഇവിടുന്ന് അങ്ങോട്ട് പൊക്കോളണം, ഇത് സൃഷ്ടികർത്താവിൻ്റെ ശാസനമാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ബ്രഹ്മാവിന് നാണക്കേടായി. ആ ബ്രഹ്മാവ് വേഗം ഓടി വന്ന് വൃന്ദാവനത്തിൽ വന്ന് നോക്കി. അപ്പോൾ അവിടെ പണ്ടത്തെ പോലെ തന്നെ ഭഗവാനും കൃഷ്ണനും ഉണ്ട്, ഗോപക്കുട്ടികളും ഉണ്ട്, പശുക്കളും ഉണ്ട്. എല്ലാവരും പണ്ടത്തെ പോലെ അവിടെ അങ്ങനെ കളിച്ച് നടക്കണം. അതാണ് ഗോപബാലന്മാരാം മുത്തുമാലയുടെ നടുക്കാടി ഗോപതിയായി മിന്നും കൃഷ്ണനെ അങ്ങോട്ട് കണ്ടു. എല്ലാവരുടെയും നടുക്ക് ഭഗവാനും ഉണ്ട്. മറ്റേ ഞാനിവിടുന്ന് കൊണ്ടുപോയവരൊക്കെ ഇവിടെ പിന്നെയുണ്ടല്ലോ, അങ്ങനെ അതുപോലെ തന്നെ ഉണ്ടല്ലോ എന്ന്, ഇതെന്തുമായേ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പോയി ബ്രഹ്മലോകത്തിലേക്ക്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ എല്ലാവരും പഴയ പോലെ ഉണ്ട്. എന്തൊരത്ഭുതമാണ് ഇത്. ഞാനിങ്ങനെ മറച്ച പശുക്കളും ഗോപന്മാരും ഭഗവാന്റെ മായയിൽ കുടുങ്ങിയതാണോ അതോ എൻ്റെ മായയിൽ ഭഗവാൻ പെട്ടതാണോ ഒന്നും ബ്രഹ്മാവിന് മനസ്സിലായില്ല. ഇങ്ങനെ അമ്പരന്ന് അങ്ങനെ നിൽക്കുമ്പോൾ ഈ നോക്കുന്നതെല്ലാം, ഈ വൃന്ദാവനത്തിൽ നോക്കുന്നതെല്ലാം വൈകുണ്ഠമൂർത്തിയായിട്ട് കണ്ടു ബ്രഹ്മാവ്. ഭഗവാനും ഭഗവാന്റെ ഒന്നിച്ചുണ്ടായിരുന്നവരും അവിടെയുള്ള കമ്പും കോലും ഉറിയും പാത്രവും എല്ലാം ഭഗവാന്റെ രൂപങ്ങളായിട്ട് അങ്ങോട്ട് ഈ ബ്രഹ്മാവ് അങ്ങോട്ട് കണ്ടു. അപ്പോൾ മനസ്സിലായി, ഇങ്ങനെ അനേകായിരം വൈകുണ്ഠങ്ങളെയും വൈകുണ്ഠമൂർത്തികളെയും പരിവാരസമേതം ബ്രഹ്മാവ് കണ്ടിട്ട് ബ്രഹ്മദേവന് മോഹാലസ്യം വന്നു, ഹംസവാഹനത്തിൽ നിന്ന് അങ്ങോട്ട് വീണുപോയി എന്നാണ് പറയണത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു ബോധം വന്നത്. തല പൊക്കി നോക്കിയപ്പോൾ മുമ്പേ കണ്ടതൊന്നുമില്ല. അവിടെ ഒരു ഉണ്ണികൃഷ്ണൻ അങ്ങനെ കിങ്ങിണിയും പീതാംബരവും ചാർത്തി കയ്യിൽ പകുതി ഊണും കഴിഞ്ഞ ഉരുളയും പിടിച്ചിട്ട് കൂട്ടുകാരെ അന്വേഷിച്ച് അങ്ങനെ നടക്കുക. ആ ഉണ്ണികൃഷ്ണൻ കൂട്ടുകാരെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എവിടെ പോയി എൻ്റെ കൂട്ടുകാരൊക്കെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കണ ആ കൃഷ്ണനെയാണ് ഈ ബോധം കെട്ട് വീണപ്പോൾ കണ്ടതല്ല, ബോധം വന്നപ്പോൾ കണ്ടത്. ഈ ഒരു ഉണ്ണികൃഷ്ണനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ആകപ്പാടെ ബ്രഹ്മദേവന് ഇത് ഒരു അപരാധബോധം വന്നു. അപ്പോൾ സഹിക്കാൻ പറ്റിയില്ല, ലജ്ജ വന്നു, സങ്കടമായി. ഈശ്വര, ഞാൻ ഈ എല്ലാത്തിൻ്റെയും ജഗന്നിയന്താവായ ഈ ഭഗവാനെയാണല്ലോ ഞാൻ പരീക്ഷിച്ചത് എന്ന് വിചാരിച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ദണ്ഡനമസ്കാരം ചെയ്തു. 4 തലയും ഉരുട്ടി 3 തവണ പ്രദക്ഷിണം വെച്ചു, ശയനപ്രദക്ഷിണം വെച്ചു എന്നൊക്കെയാണ് പറയണത്. അതുകൊണ്ട് ഭാഗവതത്തിൽ 40 ശ്ലോകങ്ങൾ കൊണ്ടാണ് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കണത്. എത്ര ഗംഭീര സ്തുതിയാണെന്നറിയോ. പക്ഷേ ഭഗവാൻ അതൊന്നും വലിയ കാര്യം ഉണ്ടായില്ല. ഇങ്ങനെ എന്നോട് മായ കാണിക്കാൻ വന്ന ആളല്ലേ, വലിയ മൈൻഡ് ചെയ്തില്ല ഭഗവാൻ. അതാണ് ഉണ്ടായത്. ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ച് ദണ്ഡനമസ്കാരം ചെയ്ത് 4 തലയും കൊണ്ട് നമസ്കരിച്ച് പോയി, ബ്രഹ്മലോകത്തേക്ക് പോയി.
ആ വൃന്ദാവനത്തിലെ ഭൂമിയിൽ കിടന്നു ഉരുണ്ട് എന്താ വേണ്ടേ, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. വല്ലാത്ത അപരാധബോധം വന്നു ബ്രഹ്മാവിന്. വെറുതെ ഇരുന്നപ്പോൾ വേണ്ടാത്തതൊക്കെ ഒരു തോന്നൽ വന്നിട്ട് കുനിഞ്ഞ ശിരസ്സുമായിട്ടാണ് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ വന്നിട്ട് ബ്രഹ്മാവ് ബ്രഹ്മലോകത്തേക്ക് പോയി എന്നാണ് ഈ മൂന്ന് ശ്ലോകങ്ങളിലും കൂടി പൂന്താനം പറഞ്ഞു വച്ചിട്ടുള്ള ഈ കഥ. ഈ കഥയാണ് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അതെന്താ കാരണം? ബ്രഹ്മാവിന് ബ്രഹ്മലോകത്തേക്ക് പോയി തിരിച്ചു വരാനുള്ള ആ സമയമാണ് 1 കൊല്ലം. അതുകൊണ്ടാണ് ബ്രഹ്മലോകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്ന സമയം 1 കൊല്ലക്കാലം. അതുകൊണ്ടാണ് അപ്പോഴാണ് ഈ കുട്ടികളെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് അവർ വീടുകളിലേക്ക് പോണത്. അപ്പം മറ്റേ സ്വതേ 1 കൊല്ലം ഇവിടെ ഈ വീടുകളിലേക്ക് വന്നിരുന്ന കുട്ടികളൊക്കെ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് അവരൊന്നും പറയാതെ ഇരുന്നത്. ബ്രഹ്മലോകത്തേക്ക് ബ്രഹ്മാവ് കൂട്ടിക്കൊണ്ടുപോയ കുട്ടികൾ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും ഇങ്ങനെ ഉണ്ടായി, കൃഷ്ണൻ ഇന്ന് അഘാസുരനെ ഒരു പെരുമ്പാമ്പിനെ കൊന്നു, ഞങ്ങളൊക്കെ അവൻ്റെ വായിൽ കയറി, ഞങ്ങൾക്ക് മോഹാലസ്യം വന്നു, കൃഷ്ണൻ അവനെ കൊന്നു എന്നൊക്കെ പിന്നെയും വീണ്ടും 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അതിൻ്റെ കാരണമാണ് ഈ വത്സസ്തേയം കഥ. അടുത്ത ഒരു കഥയുമായിട്ട് വീണ്ടും ശ്ലോകങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.